ഇപ്പോ നെഞ്ചുവേദനയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, അമ്മോക്കിനോ? വീട്ടിലെ മക്കളെ രണ്ടുപേരും നിൽപ്പുണ്ട്, കേട്ടിടട്ടെ. എനിക്ക് അവരെ കാണണം. ഡാഡി എങ്ങനെയുണ്ട് ഇപ്പോ? ശരീരത്തിന്റെ വേദന കുറഞ്ഞിട്ടുണ്ട്, മനസ്സിന്റെ വേദന മാറിയിട്ടില്ല. എന്നോട് ക്ഷമിക്കണം ഡാഡി, ഞാൻ ആ ഒരു ഇതില് ചെയ്തു പോയതാ. സോറി. ഇനി ഒരിക്കലും ഞങ്ങളിങ്ങനെ ചെയ്യില്ല. റോഷ, നിനക്ക് ഡാഡിയോടൊന്നും പറയാനില്ലേ? അത് ഡാഡി, ഐ എം സോറി. ഡാഡിയുടെ മുന്നിൽ വെച്ച് ഡാഡിയുടെ മോനെ തല്ലിയത് എന്റെ തെറ്റാ, ക്ഷമിക്കണം. റോഷ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ളൂ. അവൻ നിന്റെ അനിയനും നീ അവന്റെ ചേട്ടനുമാണെന്നുള്ള ബോധം രണ്ടുപേർക്കും ഉണ്ടാവണം. എന്റെ മക്കൾ തമ്മിൽ തല്ലുന്ന കാണാൻ ഈ അപ്പന് വയ്യടാ. എത്രയും പെട്ടെന്ന് മുകളിലോട്ട് പോണേന്ന് വിചാരിച്ച ആശുപത്രി കിടക്കി കിടന്നത്. പക്ഷെ വിധി പിന്നെയും ബാക്കിയിട്ടു. ഇനിയെങ്കിലുള്ള കുറച്ചു കാലം സന്തോഷത്തോടെ എനിക്ക് രണ്ടു മക്കളുടെയും കൂടെ ജീവിക്കണമെന്നുണ്ട്. നിങ്ങൾ ആഗ്രഹമെങ്കിലും ഈ അപ്പന് വേണ്ടി സഹായിച്ചില്ലേ? ഞങ്ങൾ ഇനി ഒരു തല്ലും ഉണ്ടാക്കില്ല ഡാഡി, ഇത് ഞാൻ തരുന്ന വാക്കാ. ഞാനും ജിയോണേട്ടത്തെയും ക്ലാരയും കുഞ്ഞുമൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. ഡാഡിയെ കാണണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് രണ്ടുപേരെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. ഡാഡിയെ വാർഡിലേക്ക് മാറ്റും ഉടനെ. അന്നേരം ഇപ്പൊ കാണാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവര് വെളിയിൽ വെയിറ്റ് ചെയ്യാ. മമ്മിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം ഇങ്ങോട്ട് വരാൻ നിന്നതാ. പിന്നെന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പോയി. ഉച്ചയ്ക്ക് വരുമെന്ന് തോന്നുന്നു. ഡാഡി റെസ്റ്റ് എടുക്ക, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാം. ഈ ചായ എന്ത് പറ്റി? ഓഫീസിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഇങ്ങനെ കിടക്കുന്നേ, എന്താ വയ്യേ? നോക്കട്ടെ. ഒന്നുമില്ലടി, ചെറിയൊരു ചൂട് പോലെ. അത് കുറച്ച് കഴിയുമ്പോ മാറും. അയ്യോ, എന്നിട്ട് ഇതെന്നെ ഈ ചായ എന്നോട് നേരത്തെ പറയാഞ്ഞേ? നിക്ക്, ഞാനിപ്പം ചുക്ക് കാപ്പിയിട്ടുണ്ട് വരാം. ചായ ഇതൊറ്റ വലിക്കാൻ കുടിച്ചേക്ക്. ഇനി കിടന്നോ, കുറച്ചു നേരം കിടന്നിട്ട് എഴുന്നേക്കുമ്പോ കുറയും. നീ എന്തു അറിയത്തായി കാണിക്കുന്നേ? മോൻ ഫീഡ് ചെയ്യുന്നല്ലേ? നീ എന്റെ കൂടെ കയറി കിടന്ന് ഇനി പനി വരാൻ പിടിച്ച കുഞ്ഞിന്റെ കാര്യം ആരാ നോക്കുന്നേ? അവനിപ്പൊ 2 വയസ്സുണ്ട്. കുറച്ചു ദിവസം പാല് കുടിച്ചില്ലെങ്കിൽ അവൻ എങ്ങനെങ്കിലും ചോറൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ അവൻ അമ്മയുടെ കയ്യിലും പോവല്ലോ. എന്റെ ഇച്ഛനെ നോക്കാൻ ഞാനല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ഒരു ജന്മം കൂടി ഇനി എനിക്ക് കിട്ടുവാണെങ്കിൽ നിന്റെ കൂടെ ആയുസ് മുഴുവൻ നിന്റെ സ്നേഹാനുഭവിച്ച് എനിക്ക് കഴിയാനറിയിത്ത നിന്നെ നമ്മുടെ മോന്റെയും കൂടെ ജീവിച്ച് കൊതി തീർക്കണം എനിക്ക്. ഹലോ സർ, സാർ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരു 10 മിനിറ്റ്. ഇതിനും വിലയുള്ളതാണ്. മനഃപൂർവ്വമല്ല, ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ എല്ലാം കൂടെ കെട്ടും കെട്ടി ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തടിയൂരി. അയാളെ പോയി ഇനിയും വേണം കാണാൻ. നിന്റെ ഈ ആത്മാർത്ഥതയില്ലായ്മ കാരണം നിനക്ക് തന്നെയുള്ള കുഴി നീ തോണ്ടരുത്. എനിക്കിനി ആത്മാർത്ഥതയില്ലെന്ന് അയാൾക്ക് മനസ്സിലായാലും എനിക്കൊരു പ്രോബ്ലവും വരില്ല. കാരണം ജോഷു എന്ന് എനിക്കൊരു ഉറപ്പിച്ചിട്ടാ. ആ കടപ്പാട് നിനക്ക് എന്നും എന്നോടുണ്ടായിരിക്കണം. കാരണം നാത്തി ഉണ്ടാക്കാത്ത ഗർഭം ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നല്ലേ? അതെ, നമ്മുടെ മോൻ അയാൾക്കൊരു വീക്ക്നെസ് ആയി കഴിഞ്ഞു എപ്പോഴേ.
Shut up. Don't you dare, ജെസ്സി. ജോഷ എന്റെ മോനാ. പക്ഷെ എനിക്ക് അവനോട് ആ വിധത്തിൽ ഒരു സെന്റിമെന്റ്സും ഇല്ല. ജോഷ വെറും മാത്യുവിനെതിരെ പ്രയോഗിക്കാൻ ഒരു തന്ത്രം മാത്രമാണ് എനിക്ക്. അല്ലാതെ കൂടുതൽ ബന്ധങ്ങളൊന്നും നീ ഉണ്ടാക്കി വെക്കണ്ട. അതെപ്പോഴും നിന്റെ ഓർമ്മയിലുണ്ടായിരിക്കണം. ഒരു ബാർ ഡാൻസറായ നിന്നെ മാത്യുവിന്റെ കമ്പനിയിലെ PA ആയിട്ട് എത്തിച്ചിട്ട് അവന്റെ കുടുംബം ഒഴിപ്പിക്കാൻ നിന്നെ ഉപയോഗിച്ചത് ഞാനാണെങ്കിൽ നിന്നെ കരിഞ്ഞു തള്ളാനും എനിക്കധികം സമയം വേണ്ട. അതുകൊണ്ട് നീ നിന്റെ നിരക്ക് തന്നെ നിൽക്കണം. എന്തിന്റെ പേരിലാ നീ ജോഷിയെ ഗർഭം ധരിച്ചതെന്ന് മറന്നു പോകരുത്. നിനക്ക് ലക്ഷ്യം മാത്യുവിന്റെ സ്വത്തും എനിക്ക് ലക്ഷ്യം അവന്റെ കുടുംബം തകർച്ചയുമായിരുന്നു. അതിനപ്പുറം ജോഷു എന്ന ടോപ്പിക്ക് നമുക്കിടയിൽ ബാധകമല്ല. ജോഷു നിന്റെയും മാത്യുവിന്റെയും മകനാണെന്ന് പറഞ്ഞു പഠിക്ക് ജെസ്സി. അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ പണിയായിട്ട് വരും. സാർ, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യം എനിക്കിപ്പോൾ ചോദിക്കണമെന്ന് തോന്നുന്നു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ശരിക്കും പ്രശ്നം? മാത്യുവായിട്ട് എന്താ സാറിന്റെ പ്രോബ്ലം? പ്രശ്നം ഞാനും അവനുമായിട്ടല്ലല്ലോ. ഞാനും അവന്റെ ഭാര്യയും തമ്മിലല്ലേ. എനിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരുന്നവളാ അവൾ. ഞാൻ ഏറെ മോഹിച്ച സ്വന്തമാക്കണമെന്ന് കൊതിച്ച പെണ്ണ്. അവൾ ഞാനുമായിട്ടുള്ള കല്യാണ തലേന്ന് ആ മാത്യുവിനോടൊപ്പം ഇറങ്ങിപ്പോയതിന്റെ പ്രതികാരമാ എനിക്ക് അവനോടും അവളോടും ഉള്ളത്. ഞാൻ എന്തോരം സ്നേഹിച്ചത് അവളെന്നറിയോ, എന്തോരം മോഹിച്ചത് അവളെന്നറിയോ. എന്റെ പ്രാണനെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചതാ. പക്ഷെ എന്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന വേദന തന്നിട്ടാ അവൾ ആ നാറിയോടൊപ്പം ഇറങ്ങിപ്പോയത്. ആ പക എന്നും എന്റെ മനസ്സിലുണ്ട്, അടങ്ങാതെ. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാ അത്രയും വർഷം ഞാൻ കാത്തിരുന്നത്. അവരെ എൻജോയ് ചെയ്യണമായിരുന്നു അവരുടെ ജീവിതം. എന്നിട്ട് തട്ടിപ്പറിച്ചെടുക്കുമ്പോഴല്ലേ അതിന്റെ ഒരു സുഖം അറിയൂ. ജീവിതം കുട്ടിച്ചോറായപ്പോ കരഞ്ഞു വിളിച്ച് അവള് പോന്നു. കയ്യിലൊരു കൊച്ചിനെ കൊണ്ട് അവൾക്ക് ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് അതിന്റെ പക തീർന്നില്ല. അങ്ങനെയാ പിന്നെ അവിടെ നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സമാണെന്ന് തോന്നിയപ്പോ കൊല്ലാൻ നമ്മൾ പ്ലാനിട്ട പോലെ ചെയ്തത്. അതൊക്കെ തീർന്നില്ലേ സാർ? ഇനി അതൊക്കെ മറന്നു കളഞ്ഞേക്ക്. ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം. റോഷന്റെ ചില വാർത്തകളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇപ്പൊ പുതിയൊരു അവതാരം കൂടെ വന്നിട്ടുണ്ട്, പേര് ജിയോണ. അവൾ മിക്കവാറും എനിക്കൊരു വിലങ്ങുതടിയാവാൻ സാധ്യതയുണ്ട്. ഈ റോഷനെ കൂടെ എങ്ങനെയെങ്കിലും കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിലെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നിങ്ങൾ മാഫിയാളല്ലേ, അവനെ ഒതുക്കാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. നീ പറഞ്ഞതും ഞാൻ ആലോചിക്കാതിരുന്നില്ല. റോഷനെ കൊല്ലണം, പക്ഷെ ഇപ്പൊ അല്ല. അതിന് കറക്റ്റ് ഒരു സമയം വരട്ടെ. പിന്നെ ജിയോണ അവളെങ്ങനെയാ, കൊള്ളാവോ? ആ, ഒരുമാതിരി. ഇച്ചായ, എഴുന്നേറ്റേ. സമയം ഒരുപാടായി, ഓഫീസിൽ പോകാനുള്ളതല്ലേ. ഇതാ കോഫി, കുടിക്ക്. അല്ല, എന്താ നീ ഇപ്പൊ എന്നെ വിളിച്ചത്? അത് ഇച്ചായാന്ന് ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ അമ്മ അച്ഛനെ അങ്ങനെ വിളിക്കാറ്. അല്ല, ഒരുപാട് നാളായിട്ട് കേൾക്കാൻ കൊതിച്ചത് നിന്റെ വായിന്ന് കേട്ടതിന്റെ ത്രില്ലിൽ ഞാൻ അന്തം വിട്ടിരുന്നു പോയതടി ഭാര്യ. അല്ലാത്തപ്പോ കേട്ടാ പോടാ റോഷ ഇതൊക്കെ അല്ലായിരുന്നു. ഇപ്പൊ എന്തോ മഞ്ഞ വീട പോലെ ഒരു കുളിര്. ആണോ? എന്നാലേ വേഗം പോയി കുളിച്ചിട്ട് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാം. ജീവണ, നിനക്കെന്നോട് സഹതാപമാണോ? അതാണോ നീ സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ച് എന്നോട് അടുക്കുന്നത്? നിങ്ങളുടെ കഥ കേട്ടപ്പോ എനിക്ക് സഹതാപം തോന്നിയിരുന്നു. പക്ഷേ അത് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇവയെ നിങ്ങളെ സ്നേഹിക്കുന്നതും ക്ലാരിച്ചയെ നിങ്ങൾ സ്വന്തം പെങ്ങളെ പോലെ കരുതുന്നതും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ എവിടെ ഒരു നന്മ കിടപ്പുണ്ടെന്ന്. എനിക്ക് ആ റീത്താമ്മയുടെ പഴയ റോഷനെ തിരിച്ചു വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. എന്നും നിങ്ങളുടെ കൂടെയുണ്ട്, ഒരിക്കലും ഞാൻ വിട്ടുപോയില്ല. എനിക്ക് നിങ്ങളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷെ അത് പെട്ടെന്ന്
പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്നത് നിങ്ങൾ ചെയ്തു പോയ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ. അതിനെനിക്ക് കുറച്ചുകൂടെ സമയം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളോട് എനിക്കിപ്പോ ഒരു ഇഷ്ടക്കേടില്ല. ഐ എം സോറി ജിയാന. എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഒന്നും എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അത് ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇനി റൊമാൻസ് ആണെങ്കിലും എനിക്ക് നിന്റെ അടുത്ത് ഒന്നും മൂടി വെക്കാൻ കഴിയില്ല ജിയാന. എനിക്ക് സ്വന്തം എന്ന് പറയാൻ നീയേ ഉള്ളൂ. നിന്റെ അടുത്തെങ്കിലും ഒരു പച്ചയായ മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കട്ടെ. എന്നെ അറിയുന്ന, എന്നെ അംഗീകരിക്കുന്ന, എന്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണായ മാത്രം മതി നീ. വേറെ ഒന്നും വേണ്ട. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാം. കുളിച്ചിട്ട് താഴേക്ക് വന്നാൽ മതി. അവൾ എന്താ എന്നെ തടയാതിരുന്നത്? ജോഷി, ഇന്നാ ഡാഡിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്ന ദിവസം നീ അങ്ങോട്ട് ചെന്നേക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് 2-3 മീറ്റിങ്ങുകളുണ്ട്. കറക്റ്റ് സമയത്തിന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയില്ലെന്ന് വരും. നീ വേണം ഡാഡിയെ കൊണ്ടുവരാൻ. ശരി ചായ, ഞാൻ കൊണ്ടുവന്നുള്ള ഡാഡിയെ. മോനെ ജോഷി, മാത്യു ചാനെ ഇന്ന് കൊണ്ടുവരുവോടാ? മിണ്ടിപ്പോവരുന്നു മമ്മി. നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനെ ചോദിക്കാൻ. എവിടെയായിരുന്നു ഡാഡി 2 ദിവസം ഹോസ്പിറ്റലായി കിടന്നപ്പോ? കൂട്ടിരിക്കാൻ പോയിട്ട് ഒന്ന് എത്തി നോക്കാൻ പോലും ചെന്നില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എനിക്ക് പ്രഷർ താണിട്ട് തലകറക്കമാണെന്ന്. ഒന്നാതെ എനിക്ക് വയ്യ. അതിന്റെ കൂടെ ഞാനാണോ അവിടെ കൂട്ടിരിക്കാൻ പോന്നെ? അവിടെ സൂപ്പി നിൽക്കാന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടല്ലേ. അല്ലാതെ എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാ. എന്റെ മാത്യു ചാൻ ഇവിടെ ഇല്ലാത്ത ദിവസം ഞാൻ ശരിക്കും ആഹാരം പോലും കഴിച്ചിട്ടില്ല. അതാ എന്റെ പ്രഷറെല്ലാം താന്നു പോയത്. എന്റെ സ്നേഹത്തിന് ആരും ഇവിടെ വില തരുന്നില്ലല്ലോ. എവിടെയോ കിടക്കുന്ന ഒരു കൂട്ടുകാരിയെ കാണാൻ പോകാൻ നേരത്തെ തലകറക്കമൊന്നും കണ്ടില്ലായിരുന്നല്ലോ. ജോഷി, നിന്നോട് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് എന്നെ മാത്യു ചാനോടുള്ള സ്നേഹം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അവിടെ ചെന്ന് കൂട്ടി നിൽക്കാൻ പറ്റിയില്ല. എന്റെ ആരോഗ്യം മോശമായിരുന്നു. അത് ഞാൻ എന്റെ മാത്യു ചാനോട് പറഞ്ഞോളാം. നീ ആവശ്യമില്ലാത്തടത്ത് കയറി തലയിടാൻ നിൽക്കണ്ട കേട്ടോളാം. ഈ മമ്മി എന്താ ഇങ്ങനെ?